ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അമ്മയ്ക്ക് സമയമില്ല ഇതാന്ന്. ആക്ച്വലി ഞങ്ങൾ എല്ലാ പണിയും തീർത്തേച്ച് ഒരു 5 മിനിറ്റ് വന്ന് ഇത് നോക്കുമ്പോ നിങ്ങൾ ചോദിക്കും അമ്മയ്ക്ക് ഏത് നേരം റീല് നോക്കാനാണോ സമയം? അതേ തന്നെ അമ്മ ഞങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങളുടെ കാര്യമൊക്കെ തീർത്തിട്ടുണ്ടാവും. ഇല്ല, ഞങ്ങൾ എപ്പോ നിങ്ങളുടെ മുറി നോക്കുമ്പോ നിങ്ങൾ ഫോണിൽ കുത്തും, കഴിക്കാൻ വിളിക്കുമ്പോഴും ഫോണിൽ കുത്തും, കുളിക്കുന്നില്ലേ ചോദിക്കുമ്പോഴും ഫോണിൽ കുത്തും. ഇപ്പൊ അവിടെ നിങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോഴും ഞാൻ പറയാം ഇത് എന്തെങ്കിലും എടുത്ത് കഴിക്കുക, അവിടെ ചെല്ലെങ്കിൽ വിശക്കൂല. പക്ഷെ എന്റെ കൂടെ കുത്താൻ ആളുണ്ടായിരുന്നു. ഇല്ല വേണ്ട വേണ്ട മുന്നേ വരെ വിശപ്പായിരുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ നോക്കിയതായിരിക്കും, ചിലപ്പോ നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിക്കും നിങ്ങളെ ശല്യപ്പെടുത്തണ്ട, കുറച്ചു നേരം ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ നിങ്ങൾ എണീറ്റ് വരുമ്പോ കാണുമ്പോ ഞങ്ങൾ റീൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ലേ സംഭവം? അത് ഞാൻ അയച്ചു കൊടുക്കണം മൊത്തം ഈ കൃഷ്ണനും രാധയും മുരുകനും കാണുന്നുള്ളൂ. അയക്കുന്ന കാണാൻ വല്ലതൊന്നും ഉണ്ടാവൂല. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെപ്രാളത്തിൽ ഞങ്ങൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിന്റെ അത് നമ്മളൊക്കെ പണ്ടേ കഴിഞ്ഞ് 10 കൊല്ലം ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നറിയോ? നിങ്ങൾ കഴിഞ്ഞ പാതയിൽ കൂടെയാണ് ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. സ്റ്റാർട്ടിങ് നിങ്ങൾ ഞങ്ങളെ കണ്ട് പഠിക്കണം. എന്ത് പഠിക്കാന്? നമ്മളിപ്പോ പഠിപ്പിച്ചപ്പോഴേ ഞങ്ങൾക്ക് നേരമില്ല. അമ്മ ഏത് നേരം റീലാന്ന് പറഞ്ഞ കുറ്റപ്പെടുത്തി ഞങ്ങളെ നശിപ്പിച്ചതും പോലെ. ഒരു കാര്യം പറയാ, ഈ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ഈ മൊബൈലിലൂടെയുള്ള സംഭവങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഇവർ ഉപയോഗിക്കണ മൊബൈല്, TV, പിന്നെ ഇവർ എന്തൊക്കെ ഉപയോഗിക്കും, കമ്പ്യൂട്ടർ എന്ത് ഉപയോഗിക്കണ്ടെങ്കിലും പണ്ട് ആൾക്കാരെ കണ്ടുപിടിച്ചതല്ലേ, ഇവർ കണ്ടുപിടിച്ചെന്നല്ലേ. പക്ഷെ നമ്മളാണ് ഡെവലപ്പ് ചെയ്തത് ഇത്രയും വലിയ ഇതിലേക്ക്. അന്നത്തെ ജനറേഷൻ ഞങ്ങളത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു. അത്രയല്ലേ ഉപയോഗിക്കാനല്ലേ നമ്മളന്ന് ജനിച്ചില്ലായിരുന്നു. എടാ, ഈ മറ്റേ നീലു എന്ന കഥാപാത്രം അമ്മ എന്നൊരു സാധനം നമ്മുടെ എല്ലാ മലയാള പ്രേക്ഷകരുടെയും മനസ്സിനകത്ത് അതങ്ങ് ഉറച്ചു. അപ്പം ആ ഒരു ക്യാരക്ടർ ചെയ്തതിന് ശേഷം വന്ന ക്യാരക്ടേഴ്സ് പിന്നെ കാറ്റഗറൈസ് അങ്ങനെ വല്ലതും ആയോ? അതിപ്പോ ഞാൻ ഒരെണ്ണം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതും അമ്മ വേഷം തന്നെ. അത് 4 പെൺകുട്ടികളുടെ അമ്മയാ. ഓക്കെ, അതങ്ങനെ കാറ്റഗറൈസ് ആയി പോകുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. നീലുവിന് ഭയങ്കര പക്വതയുള്ള ഒരു ലേഡിയാണ്. ഇവിടെ നിക്കടി എന്ന് പറഞ്ഞാൽ നിർത്തും, ഭർത്താവിനെ നിക്കാന്ന് പറഞ്ഞാൽ നിൽക്കും. ഇതൊന്നും അറിയില്ല, വിദ്യാഭ്യാസമേ ഇല്ല. വായിക്കാൻ മലയാളം എങ്ങനെയൊക്കെ തപ്പിത്തിറങ്ങി വായിക്കും, ഇംഗ്ലീഷൊക്കെ പറഞ്ഞ കിട്ടണം ഞെട്ടും. പിന്നെ ആണെങ്കിൽ ലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ആകെ ഇവർക്ക് അറിയാവുന്നത് 4 കുട്ടികളുണ്ടെന്ന് അറിയാം, ഭർത്താവുണ്ട്, അമ്മായിയമ്മയുണ്ട്, ഇതൊക്കെ തന്നെ. വേറെ ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. എങ്ങനെ കുടുംബം കൊണ്ടുപോകണമെന്നാ, ഭക്ഷണം വെച്ചു കൊടുക്കാനറിയാം, കഴിപ്പിക്കാനൊക്കെ അറിയാം, വീട്ടിൽ അടുക്കളയുടെ കാര്യം അറിയാം. ലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ചെയ്യുന്നത് മൊത്തം പൊട്ടത്തില് ചെയ്തു. ഫിലിമാണോ? അല്ലല്ല, ഇപ്പൊ സീരിയൽ തന്നെ. ആ അമ്മ എന്നുള്ളൊരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞപ്പോൾ ആസ് ആൻ ആക്ട്രസ്, നിഷ എന്ന് പറയുന്ന ഒരു ആക്ട്രസിനുണ്ടായ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഇനി ഒരു ഇതേപോലത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുമോ, ഒരു കോൺഫിഡൻസ് ലെവൽ കയറുമല്ലോ, അതെങ്ങനെയായിരുന്നു? അല്ല, നമ്മളിപ്പോ അമ്മ എന്ന് പറയുമ്പോ തന്നെ പല തരത്തിലുള്ള അമ്മയാണല്ലോ. എന്തായാലും ഈ ഏജിൽ എനിക്ക് അമ്മ തന്നെ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ചെയ്യുമ്പോ പല അതായത് ഇപ്പൊ ഒരു ചിലമ്മ നല്ല ഒരു ഇപ്പൊ നെയ്ലു എന്ന് പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അമ്മയാണ്, അമ്മായിയമ്മയാണ്, അല്ലെ, എല്ലാമാണ്, മരുമകളാണ്, മകളാണ്, ഭാര്യയാണ്, എല്ലാമാണ്. പക്ഷേ നീലുവിന് ഭയങ്കര പക്വതയുള്ളൊരു ക്യാരക്ടർ, എന്തും വരുന്നതിന് മുന്നേ അറിയാം. പക്ഷെ നമ്മളിപ്പോൾ വേറൊരു അമ്മയാണെങ്കിൽ ഇപ്പം നമ്മൾ നാട്ടുംപുറത്ത് ഭയങ്കര ഒരു മറ്റേന്താ പറയുക, നമ്മൾ ഈ കുന്നും മലയൊക്കെയുള്ള പക്കാ ഗ്രാമം, അവിടെയുള്ള ലേഡീസിന് വെച്ചാൽ ഒന്നും അറിയില്ല. അവർക്ക് ഈ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർ സ്വപ്നങ്ങളിൽ അറിയില്ല, ഒന്നും അറിയില്ല. അവർക്ക് ആകെ അറിയുന്ന അവിടുത്തെ കുറച്ച് ആൾക്കാരെ അറിയാം, ചോറും കറിയും വെക്കാനും അറിയാം, അങ്ങനത്തെ കുറച്ചാൾ. അവർക്കിടയിൽ അങ്ങനത്തെ എല്ലാം അറിയുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ഈ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ ഇതൊന്നും അറിയാൻ പറ്റാത്തൊരു ലേഡി, പൊട്ടത്തി, ഭർത്താനം അത് ചിരിച്ചെന്ന് വെച്ചാൽ അവള് കുറെ സീൻസ് ഒക്കെ കണ്ടിട്ട് ശരിക്കും അത് ആക്ച്വലി ആ പൊട്ടത്തിയുടെ വേഷം അമ്മ ചെയ്യുമ്പോൾ യു ഫീൽ പ്രൗഡ് അല്ലേ? അമ്മ അത്രയും ഇന്നസെന്റ് ആയിട്ടും ഫീൽ ചെയ്യാറുണ്ട്. അല്ല, ആസ് ആൻ ആക്ട്രസ് ഈ സെയിം ക്യാരക്ടർ എനിക്ക് വീട്ടിലും ഉണ്ട്. അതാണ് അവള് ചിരിച്ചത്. അവൾ അതിനകത്തൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ അവൾക്ക്. അപ്പൊ അമ്മയ്ക്ക് അഭിനയിക്കേണ്ടി വന്നില്ല എന്നാണല്ലേ? പറയാനൊരു പേടിയും കൊച്ചിന്. വീട്ടിലേക്കാണ് പോകേണ്ടത്. അതാണ്. അല്ല, ഞാനേ കൊറേ പൊട്ടത്തരങ്ങൾ ചെയ്തു നോക്കും. അത്യാവശ്യം നല്ല മണ്ടത്തരമൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. അതെ, പക്ഷെ എനിക്ക് പുറത്തിറങ്ങി ജീവിക്കും. പക്ഷെ എന്നാലും ഒരു മണ്ടത്തരമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെയൊക്കെ കണ്ട് പഠിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ബോധവും വിവരവും ഉണ്ട്. ഇതെപ്പോ അതാണ് ഞാൻ വാവളിച്ചു പോയത്. അല്ല, കൊറേ മെജോറിറ്റി അമ്മമാരാണ് കൂടുതലെന്ന് ഇവ കുട്ടികൾ അറിയുന്നില്ല. അതെ. പക്ഷെ ഇവര് ഉദ്ദേശിക്കണെന്ന് വെച്ചാല് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ അറിയാം,
പുറത്തിറങ്ങിയാൽ എങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യണമെന്ന് അറിയാം. പക്ഷെ ഇവരുടെ മുന്നിൽ ചെല്ലുമ്പോഴല്ലോ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഞാൻ പറയണ മൊത്തം പറയണ മറ്റേ ആ ക്യാരക്ടർ ചെയ്യണ പോലെയാണ് സത്യം. അത് ഉൾക്കൊണ്ടുപോയി അല്ല, ക്യാരക്ടർ ഇപ്പോഴല്ലേ ചെയ്യാൻ തുടങ്ങിയ. പക്ഷെ ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഇവരുടെ അടുത്ത്. ഇവര് പറയണത് അമ്മ എന്താമ്മ ഈ പറയാം, നമുക്കൊരു ബോധം ഉണ്ടോന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഇവര് പറയണത് അമ്മയ്ക്ക് ഞങ്ങളുടെ അത്രയും പക്വത ഇല്ല എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ലേ ഇവിടെ എല്ലാ കാര്യം നോക്കണത്, എല്ലാ പൈസ കൊണ്ടുവരണു, ജോലി ചെയ്ത് പൈസ കൊണ്ടുവന്ന് വീട്ടിൽ ഫുഡ് മൊത്തം ഉണ്ടാക്കി കൊടുത്ത് ബാങ്കിലെ കാര്യങ്ങൾ, ഇതെങ്ങനെ ക്യാഷ് എങ്ങനെ ഡീൽ ചെയ്യണം, മക്കൾ എങ്ങനെ വളർത്തും, ഇതെല്ലാം ഞാൻ ചെയ്യണത്. പക്ഷെ അവരോട് എനിക്ക് പക്വതയില്ല. എനിക്ക് പക്വതയില്ല, ബോധമില്ല. അമ്മ എന്താ എന്ത് മണ്ടത്തരൊക്കെയാണ് പറയണതൊക്കെ ചോദിക്കും. എനിക്ക് ഫീൽ ചെയ്യില്ല. എനിക്ക് ഫീൽ ചെയ്യുന്നറിയാമോ, എനിക്കറിയാം എനിക്ക് ഇവരെക്കാൾ പക്വത ഉണ്ടെന്ന്. അതാണ് ചിലപ്പോ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കും അല്ലേ, നമ്മൾ മിടുക്കരാവുന്നുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കാനില്ല. ചിന്തിക്കണം, കാരണം ഇവർക്ക് അത്രയും കഴിവില്ലാത്തോണ്ട് നമ്മൾ അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് ഇച്ചിരി പാടാ. നമ്മളിപ്പോ എന്താ, നമുക്ക് ഈ ബുദ്ധിയുള്ള ആൾക്കാർ എന്താ വേണ്ടെന്ന് വെച്ചാല് മണ്ടന്മാര് പലതും പറയും. നമ്മളിപ്പോ വിട്ടുകൊടുക്കും. ഈ റിച്ചു ഞങ്ങളുടെ ചേച്ചിയുടെ കൊച്ച് എന്തെങ്കിലും പറയുമ്പോ കൊച്ചല്ലേ വിട്ടുകൊടുക്കും. അതുമാതിരി ഞാനിപ്പോ അമ്മ പറയുമ്പോ അതുപോലെ വിട്ടുകൊടുക്കും. പോട്ടെ, പിള്ളേരല്ലേ, വിട്ടുകൊടുക്കും. പോട്ടെ. അതാണ് എനിക്കൊരു ഡൗട്ട്, ഇതാണോ അമ്മ, ഇതാണോ മോള്? അതെ, ഇത് സ്ഥിരം ഞാൻ ഇത് കേട്ടിട്ട് എനിക്ക് ഇപ്പൊ ഇവിടെ ഒന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വരുമ്പോ എന്നെ കുറച്ച് മാലിന്യൊക്കെ തരുമായിരിക്കും. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. Let's cook with love.